അതായത് റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാനാണോ? അതെ. ഒന്നാമത്തെ കാര്യം ലിവ് ആൻഡ് ലെറ്റ് ലിവ്, അതായത് തമ്മിലുള്ളൊരു ഫ്രീഡവും സ്പേസും കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വൈഫിൻ്റെതായിട്ടുള്ള സ്പേസും ഫ്രീഡവും കൊടുക്കുക, ഹസ്ബൻഡിന് അതിലേറെ അവർക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസ്പെക്റ്റും ഫ്രീഡവുമാണ് ഹസ്ബൻഡ്സ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇമോഷനും വാലിഡേഷനുമാണ് വൈഫ് ആഗ്രഹിക്കുന്നത്. തമ്മിൽ ഈ റൂട്ട് കോസ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ ഈസിയാണ്. ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്നു, കുറച്ച് നേരം ഒന്ന് ഹഗ് ചെയ്ത് സംസാരിച്ച് ഒന്ന് ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുമ്പോൾ വൈഫ് അവിടെ ഒന്ന് സെറ്റാവും. ഇപ്പുറത്ത് കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ കുറച്ച് നേരം മൊബൈൽ നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ പുള്ളിയുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ അത് സെറ്റ്. അല്ല, നമ്മുടെ അടുത്ത് ഈ യങ് ആയിട്ടുള്ള കപ്പിൾ വരുമ്പോൾ, പ്രീമാരിറ്റലൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ശരി ലിവ് ആൻഡ് ലെറ്റ് ലിവ് പോളിസിയിലേക്ക് പോയാൽ തന്നെ ഇവിടെ അത് നമ്പർ 1 കേട്ടോ. പിന്നെ ക്വാളിറ്റി ടൈം. ഇപ്പം നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ പൈസയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുമ്പം അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം പോയി പോകുന്നു. തമ്മിലുള്ളൊരു പാഷൻ തിരിച്ചറിഞ്ഞ് എത്രമാത്രം നമ്മൾ പ്രൊഫഷൻ ഉണ്ടോ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സമയം പാഷന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വൈഫും മാറ്റി വെക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ, നമ്മൾ നമുക്കായിട്ടുള്ളൊരു മീ ടൈം എടുക്കും, അതിനായിട്ട് നമ്മൾ ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇറ്റ് മേക്സ് യുവർ ലൈഫ് മോർ ബ്യൂട്ടിഫുൾ. അതാണ് എല്ലാം പൈസയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാത്രം മാറ്റി വെക്കാണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ നോക്കുന്നത് നന്നാവും എന്ന് തോന്നുന്നു.